CPM രാഷ്ട്രീയമായി ആശയപരമായിട്ട് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന തെരഞ്ഞെടുപ്പാണിത്. കുറേ പേരെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി ആയാലും ശരി, UDF ആയാലും ശരി, BJP ആയാലും ശരി, ഇതിനോട് വോട്ട് ചെയ്യേണ്ടതില്ല, നോട്ട എന്ന് പറയാൻ പോലും മടിച്ച ഒരു കൂട്ടരും ഉണ്ടായേക്കാം. LDFന് വിജയിപ്പിച്ച കഴിഞ്ഞ തവണത്തെ വോട്ടർമാരിൽ ഒരു 1.5% ആളുകളെങ്കിലും ഇത്തവണ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. പോളിങ്ങിൻ്റെ അവസാന ദിവസത്തെ നമ്മൾ നിരീക്ഷിക്കുമെന്ന് കാണാൻ കഴിയും. അന്ന് വളരെ കൃത്യമായിട്ട് സാമുദായികമായ പ്രശ്നങ്ങൾ തന്നെയാണ് വോട്ടർമാരുടെ മുമ്പിൽ വന്നത്. BJP ധാരാളം വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നത് ഇനി അറിയാൻ 3 ആഴ്ചകൾ കൂടി നമ്മൾ കാത്തിരിക്കണം. പക്ഷേ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്ന വോട്ടിങ്ങിൻ്റെ പോളിങ്ങിൻ്റെ സ്വഭാവം അനുസരിച്ച് അത് മുൻകാല തെരഞ്ഞെടുപ്പുകളുമായിട്ട് തട്ടിച്ച് നോക്കിക്കൊണ്ട് ചില സൂചനകൾ നമുക്ക് കണ്ടെത്തിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായും ഈ കണക്കുകൾ നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും, വളരെ വ്യത്യസ്തമായിട്ട് തലത്തിലായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ വോട്ടർമാർ ചിന്തിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്കിടയിൽ കേരളത്തിലുണ്ടായ തെരഞ്ഞെടുപ്പുകളുടെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഈ വോട്ടർമാരുടെ സ്വഭാവം എന്തായിരിക്കാം നമ്മുടെ വോട്ടർമാർ കഴിഞ്ഞ ദിവസം അവരുടെ പോളിംഗ് ബൂത്തിൽ അവരെ നിയന്ത്രിച്ച താല്പര്യങ്ങൾ, ചിന്തകൾ എന്ന് നമ്മൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. 2016 പിണറായി വിജയൻ സർക്കാരിന് 91 നിയമസഭാ അംഗങ്ങളുടെ വിജയം നൽകിയ ആ തെരഞ്ഞെടുപ്പിൽ 77.35% ആളുകളുടെ വോട്ടാണ് ചെയ്യപ്പെട്ടിരുന്നത്. 77.35 എന്ന് പറയുന്നത് സമീപകാലത്തുണ്ടായ നല്ല പോളിംഗ് ശതമാനങ്ങളിൽ ഒന്നായിരുന്നു. അതിനു മുമ്പ് 91 മുതൽ 2011 വരെയുള്ള 20 വർഷക്കാലത്തെ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 70-നും 75-76-നും ഇടയിലുള്ള പോളിംഗ് ശതമാനമാണ് നമുക്ക് കാണാൻ കഴിയുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 70% മുകളിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ മറ്റ് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും നല്ല ഒരു പോളിംഗ് ശതമാനമാണ്. എന്നിരുന്നാൽ പോലും 74-75% പോളിംഗ് ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ അത് ചില സന്ദർഭങ്ങളിൽ UDFനെ വിജയത്തിലേക്ക് നയിച്ചിട്ടുണ്ട്, അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFനെ നയിച്ചിട്ടുണ്ട്. ഇങ്ങനെ 87-ന് ശേഷമുള്ള കാലത്ത് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് 6 സർക്കാരുകൾ തുടർച്ചയായിട്ട് LDF, UDF, LDF, UDF, LDF, UDF എന്ന നിലയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം വന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയെ അട്ടിമറിച്ചുകൊണ്ടാണ് 2016 വളരെ വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ട് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ 5 വർഷത്തിന് ശേഷം ഭരണത്തുടർച്ച അവർ അവകാശപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ 5 വർഷത്തിന് ശേഷം വലിയ പ്രളയത്തെയും 2 പ്രളയങ്ങളെയും ഒരു കോവിഡിനെയും മഹാമാരിയെയും ഒക്കെ അതിലംഘിച്ചുകൊണ്ട് മലയാളികൾക്ക് പൂർണ്ണമായിട്ടും ഭക്ഷണം നൽകി, മലയാളികൾക്ക് ഉറങ്ങാൻ സൗകര്യം നൽകി, ഇങ്ങനെയൊക്കെ വലിയ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ച ഈ സർക്കാർ പോളിംഗ് ബൂത്തിലേക്ക് പോയപ്പോൾ ജനങ്ങൾ ഇന്നത്തെ അവസാനത്തെ കണക്ക് പ്രകാരം 74% ആളുകളാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് രേഖകൾ പറയുന്നു. അതായത് 3.5% ആളുകൾ കുറവായിട്ടാണ് വോട്ട് ചെയ്തത്. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് ഈ പോസ്റ്റൽ വോട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ വീടുകളിൽ പോയിട്ട് പോളിംഗ് നടത്തിയതിൻ്റെ കണക്കുകൾ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 2% വീണ്ടും വരികയാണെങ്കിൽ 76% ആളുകൾ ഒരു പക്ഷേ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വയ്ക്കാവുന്നതാണ്. കൃത്യമായിട്ട് കണക്കുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. അപ്പോഴും 1.5% ആളുകൾ ഈ സർക്കാരിന് സംബന്ധിച്ചിടത്തോളം നേരത്തെ കിട്ടിയിരുന്ന പോളിങ്ങിൽ കുറവ് വന്നിരിക്കുന്നു. അവർ LDFനും UDFനും ഒക്കെ വോട്ട് ചെയ്ത ആളുകളാണ്. പക്ഷേ LDFന് വിജയിപ്പിച്ച കഴിഞ്ഞ തവണത്തെ വോട്ടർമാരിൽ ഒരു 1.5% ആളുകളെങ്കിലും
ഇത്തവണ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. പലതരത്തിലുള്ള വിശദീകരണങ്ങൾ ഉണ്ടാകാവുന്നതാണ്. ഉദാഹരണത്തിന് 4 ലക്ഷത്തോളം ഇരട്ട വോട്ടർമാരുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ 4 ലക്ഷത്തിലേറെ ഇരട്ട വോട്ടർമാർ അവർക്കെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു പോളിംഗ് ബൂത്തിൽ സർക്കാർ സംവിധാനം വളരെ ജാഗ്രതയോടുകൂടി നിന്നതിനാൽ അവരെല്ലാം ഇരട്ട വോട്ട് അവസാനിപ്പിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും കുറേ ഒരു 1.5% വോട്ട് കുറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കുറേ പേരെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയായാലും ശരി, UDF ആയാലും ശരി, BJP ആയാലും ശരി, ഇതിനോട് വോട്ട് ചെയ്യേണ്ടതില്ല, നോട്ട എന്ന് പറയാൻ പോലും മടിച്ച ഒരു കൂട്ടരും ഉണ്ടായേക്കാം. അതുപോലെ തന്നെ നോട്ട എന്ന് രേഖപ്പെടുത്തുന്ന മറ്റൊരു കൂട്ടരും ഉണ്ട് എന്ന് തന്നെ വയ്ക്കുക. അങ്ങനെയൊക്കെ കാരണം പൊതുവിൽ സർക്കാരിനെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഉത്സാഹത്തോടു കൂടി ഇത്തവണ ആരും വോട്ടർമാർ അധികം പേരും വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് അത് ഉത്കണ്ഠയ്ക്ക് കാരണമാവുന്ന ഒരു വസ്തുത തന്നെയാണ് എന്നാണ്. അതായത് ഭരണത്തുടർച്ച സംബന്ധിച്ച അവകാശവാദങ്ങൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ അംഗീകരിക്കുന്നതായിട്ട് കാണുന്നില്ല. ഭരണത്തുടർച്ച സംബന്ധിച്ച് സർക്കാർ ഉന്നയിച്ചിട്ടുള്ള അവകാശവാദങ്ങൾ, വികസനത്തെ സംബന്ധിച്ചിട്ടുള്ള വളരെ പർവ്വതീകരിച്ച അവകാശ കണക്കുകൾ, ഇതൊന്നും വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും മേശിയിട്ടില്ല. വികസനത്തെ സംബന്ധിച്ച് അതുപോലെ തന്നെ ജനങ്ങൾക്ക് എല്ലാ പ്രതിസന്ധികളിലും വലിയ വലിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു എന്ന കാര്യത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ഇതൊന്നുമല്ല പോളിങ്ങിൻ്റെ അവസാന ദിവസത്തെ നമ്മൾ നിരീക്ഷിക്കുമെന്ന് കാണാൻ കഴിയും. അന്ന് വളരെ കൃത്യമായിട്ട് സാമുദായികമായ പ്രശ്നങ്ങൾ തന്നെയാണ് വോട്ടർമാരുടെ മുമ്പിൽ വന്നത്. ശബരിമല അയ്യപ്പൻ, ദേവഗണങ്ങൾ, ഭൂതഗണങ്ങൾ, ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പോലും സംസാരിച്ചത്. സ്വന്തം സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് പറയേണ്ട മുഖ്യമന്ത്രി അവസാനം അയ്യപ്പനിൽ അഭയം തേടുന്ന ഒരന്തരീക്ഷമുണ്ടായി. അപ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അന്തിമമായിട്ട് ജനങ്ങളുടെ നിലപാടുകൾ നിശ്ചയിച്ചത് ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന സാമുദായികമായിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ സാമുദായികമായിട്ടുള്ള താല്പര്യങ്ങൾ, വിശ്വാസപരമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് എന്ന് ഉറപ്പിച്ചു പറയണം. അത് അയ്യപ്പൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങളുമായിട്ട് വേറെ ഒരു ചിലർ കൂട്ടരിറങ്ങിയിരുന്നു. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കേരള കോൺഗ്രസ് തന്നെയാണ്, അതിൻ്റെ നേതാവ് തന്നെയാണ് ലവ് ജിഹാദിൻ്റെ പ്രശ്നം ഉയർത്തിയത്. അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും മറ്റ് സമുദായ വിഭാഗങ്ങൾ, മുസ്ലിങ്ങളടക്കമുള്ള സമുദായ വിഭാഗങ്ങൾക്കും ഇതിൻ്റെയൊക്കെ തരത്തിലുള്ള അലയൊലികൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സാമുദായികമായിട്ടുള്ള അടിസ്ഥാനത്തിലുള്ള വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നതിൽ, ഇടതുപക്ഷത്തേക്ക് വരേണ്ടിയിരുന്ന പല വോട്ടുകളും മറുഭാഗത്തേക്ക് പോകുന്നതിന് ഒക്കെ തന്നെ ഇടയാക്കിയ ഒരു അന്തരീക്ഷമാണ് എന്നാണ് സംശയിക്കേണ്ടത്. അയ്യപ്പൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന ഈ അവസാന കാലത്തെ കോലാഹലം, ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഗതി അനവസരത്തിൽ ഇടതുപക്ഷ മുന്നണിയിലെ ഒരു കൂട്ടർ ഉയർത്തിയത് വഴിയുണ്ടായിരിക്കുന്ന മറ്റ് ചില അസ്വാരസ്യങ്ങൾ, അതേപോലെ തന്നെ മുസ്ലിം ലീഗിനെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് എന്തോ കേരളത്തെ വിഴുങ്ങാൻ പോകുന്നു എന്ന മട്ടിൽ നടത്തിയിരിക്കുന്ന പ്രചാരവേലകൾ, ഇതെല്ലാം സാമുദായികമായ അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും മറുഭാഗത്ത് മുസ്ലിം സമുദായ വിഭാഗങ്ങൾ, NSS അടക്കമുള്ള നിരവധി സാമുദായിക സംഘടനകൾ LDFിൽ നിന്ന് അകന്നു പോയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. മുസ്ലിം സമുദായ സംഘടനകൾ, NSS അടക്കമുള്ള വിവിധ വളരെ പ്രധാനപ്പെട്ട മറ്റു പല പ്രസ്ഥാനങ്ങളും LDFിനോട് അകൽച്ച പാലിച്ചതായിട്ടാണ് ഇത്തവണ നമുക്ക് കാണാൻ കഴിയും. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കർശനമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പല സംഘടനകളിലും എത്തിയിട്ടുമുണ്ട്. ഇത് ചോദിക്കുമ്പോൾ 1987 കേരളത്തിൽ BJP ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായിട്ട് ഉയർന്നു വരുന്ന ആ തെരഞ്ഞെടുപ്പിൽ BJP 7% വോട്ടുകൾ പിടിക്കുകയുണ്ടായി. 7% വോട്ട് പിടിച്ച BJP 1987 നായനാർ സർക്കാരിനെ അധികാരമേറ്റുന്നതിൽ
പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. സാമുദായികമായ ധ്രുവീകരണം ആ നിലയിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വരുന്ന ഒരു അന്തരീക്ഷമുണ്ടായത് ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിന്നത്. ഒരു തരത്തിലുള്ള വള്ളിക്കാരുമില്ല വട്ടക്കാരുമില്ല അത് എന്ന മട്ടിലുള്ള ആ തെരഞ്ഞെടുപ്പിൽ 87-ൽ 80% വോട്ടർമാർ വോട്ട് ചെയ്തു. 80% വോട്ടർമാർ വോട്ട് ചെയ്തു. അന്ന് BJP 7% വോട്ട് പിടിച്ചപ്പോൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറി. പോളിംഗ് സംഖ്യ ഉയർന്നു, പോളിംഗ് ശതമാനം ഉയർന്നു, അതേപോലെ തന്നെ BJPയുടെ വോട്ട് താരതമ്യേന ഉയർന്നു വന്നു. ഇത് രണ്ടും ചേർന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുന്നതായിട്ടാണ് കണ്ടത്. പക്ഷെ പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ 2006, 2011 VS അച്യുതാനന്ദൻ്റെ സർക്കാർ വരുന്ന സമയത്ത് BJPയുടെ വോട്ട് കുറയുന്നത് കാണാം. 4.7% BJPയുടെ വോട്ട് കുറഞ്ഞു. പിന്നീട് 2011 ഉമ്മൻചാണ്ടി സർക്കാർ വരുന്ന സമയത്ത് BJPയുടെ വോട്ട് ശതമാനം 2% കൂടി, 6%-ലേറെയായി. അന്ന് ഉമ്മൻചാണ്ടിയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 87-ൽ കണ്ട കണക്കുകളല്ല 2006-ലും 2011-ലും ഉണ്ടായത് എന്ന് നമുക്കറിയാം. BJPയുടെ വോട്ട് കുറയുന്ന സമയത്ത് അത് LDFന് അനുകൂലമായിട്ട് മാറി. നേരത്തെ BJPയുടെ വോട്ട് കൂടുന്ന സമയത്ത് LDFന് അനുകൂലമായിരുന്നെങ്കിൽ 2006-ൽ കാണുന്നത് BJPയുടെ വോട്ട് കുറയുമ്പോൾ LDFന് അനുകൂലമായിട്ട് മാറുന്നതാണ്. 2011-ൽ BJP അല്പം കൂടി വോട്ട് പിടിക്കുന്ന സമയത്ത് UDFന് അനുകൂലമായിട്ടും അത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് വോട്ട് എവിടുന്നാണ് പോകുന്നത്? BJPയിലേക്കുള്ള വോട്ട് പോകുന്നത് നേരത്തെ നമ്മൾ കണ്ടിരുന്ന ഈ വോട്ടുകളെല്ലാം UDFിൽ നിന്ന് BJPയിലേക്ക് ഒഴുകുകയാണ് എന്ന ആ വ്യാഖ്യാനം അത് ശരിയല്ല എന്നാണ് 2006-ന് ശേഷം 2011-ലെ വോട്ട് നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 2011-ൽ ഉമ്മൻചാണ്ടി അധികാരത്തിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ 6.03% വോട്ട് BJP നേടുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് കാണുകയാണെങ്കിൽ BJPയുടെ വോട്ട് കൂടുമ്പോഴും UDFന് ജയിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത 2016 വന്നപ്പോൾ BJPയുടെ വോട്ട് 9%-ലേറെ കൂടി. നേരത്തെ ഉണ്ടായിരുന്ന 6%-ൽ നിന്ന് 9%-ലേറെ കൂടിയിട്ട് 15%-ഓളം വോട്ട് 2016-ൽ BJP കിട്ടിയിട്ടുണ്ട്. അത് LDFനെയാണ് സഹായിച്ചത്. അതായത് 2016-ൽ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UDFിൽ നിന്ന് ഒരു വലിയ ശതമാനം വോട്ടുകൾ ഒരുപക്ഷെ BJP പിടിച്ചിരിക്കണം. LDFനേക്കാൾ കൂടുതൽ വോട്ടുകൾ നഷ്ടപ്പെട്ടത് BJPയിലേക്ക് നഷ്ടപ്പെട്ടത് UDFനായിരിക്കണം എന്നാണ് പിണറായി വിജയനെ അധികാരത്തിലെത്തിച്ച 2016-ലെ തെരഞ്ഞെടുപ്പ് ചിത്രം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം അതാണ്. പക്ഷെ അതുകൊണ്ട് BJP ധാരാളം വോട്ട് പിടിക്കുകയാണെങ്കിൽ, BJP 15%, 16%, 17% വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? അങ്ങനെ ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതിന് തെളിവാണ് 2019-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 2019-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 1% കൂടി വോട്ട് നേടി. നേരത്തെ 14.96% അസംബ്ലിയിലുണ്ടായിരുന്ന സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15.5%, ഏതാണ്ട് 1% വോട്ട് കൂടി BJP കൂടുതൽ നേടിയിട്ടുണ്ട്. പക്ഷേ 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും UDFാണ് നേടിയത്. അത് BJPയുടെ രാഷ്ട്രീയമായിട്ടുള്ള ശക്തിപ്പെടൽ എല്ലായ്പ്പോഴും LDFന് സഹായകരമാവേണ്ടതില്ല.
എല്ലായ്പ്പോഴും LDFിൽ നിന്ന് UDFിൽ നിന്നല്ല വോട്ട് വരുന്നത്, LDFിൽ നിന്നും വോട്ട് നഷ്ടപ്പെടാം എന്നുള്ളതിൻ്റെ സൂചനയാണ് 2016 LDFിന് അനുകൂലമായിട്ടും 2019 UDFിന് അനുകൂലമായിട്ടും വന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 2020 കഴിഞ്ഞ വർഷം നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 15% വോട്ട് BJP നേടിയിട്ടുണ്ട്. പക്ഷേ LDFിനാണ് ഒരു മുൻതൂക്കമെങ്കിലും UDFിന് താരതമ്യേന മോശമല്ലാത്ത പ്രകടനം നടത്താനും കഴിഞ്ഞ തവണ കഴിഞ്ഞിട്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് BJPയിലേക്ക് ഇന്ന് ഒഴുകിപ്പോകുന്ന വോട്ടുകൾ നേരത്തെ അത് UDFിൽ നിന്ന് 87 തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് UDFിൻ്റെ വോട്ടുകൾ തന്നെയാണ് BJPയിലേക്ക് മാറിയത്. പക്ഷേ 2000-ന് ശേഷമുള്ള കാലത്ത് നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പുകളെടുത്ത് അവലോകനം ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ആ വോട്ടുകൾ BJPയിലേക്ക് പോകുന്ന വോട്ടുകൾ UDFിൽ നിന്ന് പോകുന്നുണ്ട്. ഒരുപക്ഷേ UDFിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് LDFിൽ നിന്നാണ്. ഈ ഒരു സാധ്യതകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP 16% അല്ലെങ്കിൽ 15% വോട്ട് ഇപ്പം തന്നെ അവർക്കുണ്ട്. അതിനോട് 1-2% വോട്ടുകൾ കൂടി അഡീഷണലായിട്ട് നേടുകയാണെങ്കിൽ ആരുടെ വോട്ടായിരിക്കും അവർ നേടുക? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മലബാർ ഭാഗത്തൊക്കെ BJP ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക, നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ വളരെ ശക്തമായിട്ടുള്ള അടിത്തറയുണ്ടായിരുന്ന പല പ്രദേശങ്ങളിലും BJPക്ക് ആഴത്തിൽ വേരുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പല വാർഡുകളിലും BJP നേടിയ നേട്ടം അത് LDFിൻ്റെ നഷ്ടമായിരുന്നു എന്നതുകൂടി നമ്മൾ കാണണം. LDF നേരത്തെ കൈകാര്യം ചെയ്യുന്ന സീറ്റുകൾ, LDF നേരത്തെ നിരന്തരമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് കൈവശം വെച്ചുകൊണ്ടിരുന്ന സീറ്റുകളാണ് BJP പിടിച്ചെടുത്തിരിക്കുന്നത്. അതായത് BJPയുടെ സ്വാധീനം മുൻകാലങ്ങളിൽ സവർണ നായർ സമുദായത്തിലായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇപ്പോൾ സമീപകാലത്തായിട്ട് പിന്നോക്ക സമുദായക്കാരായ ഈഴവരും തീയരും അടക്കമുള്ള ദളിതരടക്കമുള്ള മറ്റ് ഹൈന്ദവ സമുദായങ്ങളിലേക്ക് കൂടി വ്യാപിച്ചിട്ടുണ്ട്. BJP കൂടുതലായിട്ട് നേടുന്ന വോട്ടുകളിൽ ഒരു വലിയ ശതമാനവും അതുകൊണ്ട് തന്നെ LDFിന് നഷ്ടപ്പെടുന്ന വോട്ടുകളായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷം. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർ നടത്തിയിരിക്കുന്ന വളരെ ശക്തമായ പ്രചണ്ഡമായ കോലാഹലം അവരുടെ വോട്ട് ശതമാനത്തിൽ വലിയ വർധനവുണ്ടാവുകയാണെങ്കിൽ അത് 2-3% വോട്ട് നേരത്തെ ഉണ്ടായിരുന്ന 15% 18%-ലേക്കോ അല്ലെങ്കിൽ 20%-ലേക്കോ അവർ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ CPMനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കിട്ടിയിരുന്ന സീറ്റുകളിൽ കിട്ടിയിരുന്ന വോട്ട് ശതമാനത്തിൽ കാര്യമായിട്ടുള്ള ഇടിവുണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. UDFിനെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന അത്ര അധികം ഇടിവുണ്ടാവാനിടയില്ല. കാരണം UDFിൽ നിന്ന് പോകേണ്ടവർ വലിയ പങ്ക് ഇതിനകം പോയി കഴിഞ്ഞിരിക്കുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ BJPയുടെ വളർച്ച അവർ കോൺഗ്രസിനെ തകർത്തുകളെയും കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുക, കോൺഗ്രസ് വിമുക്ത കേരളവും കോൺഗ്രസ് വിമുക്ത ഭാരതവും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞെങ്കിലും കോൺഗ്രസ് താരതമ്യേന ശക്തമായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗോ RSPയോ അതുപോലുള്ള കക്ഷികളോ ഒക്കെ തന്നെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് ഇപ്പോൾ LDFിൻ്റെ ഭാഗത്തേക്ക് പോയിരിക്കുന്ന ജോസ് കെ മാണി അടക്കമുള്ള കക്ഷികളിൽ നിന്ന് പോലും ഒരു പരിധി വരെ ആളുകൾ മറുഭാഗത്തേക്ക് BJPയുടെ ഭാഗത്തേക്ക് കണ്ണു ചായ്ക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തും LDFിൽ നിന്ന് CPMനോട് അടുത്ത് നിൽക്കുന്ന വിഭാഗങ്ങളിൽ നിന്ന് പോലും BJPയിലേക്ക് ഒഴുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടിട്ടുണ്ട്, സ്ഥാനാർത്ഥി നിർണയ സമയത്ത് കണ്ടിട്ടുണ്ട്, ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നുണ്ട്. അതായത് ഇടതുപക്ഷം പ്രത്യേകിച്ച് CPM രാഷ്ട്രീയമായി ആശയപരമായിട്ട് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണെങ്കിൽ അത് കേരളത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കാനിടയില്ല. പാർട്ടിയകത്ത് ആഭ്യന്തരമായിട്ട് വലിയ തർക്കങ്ങൾക്കും
സംഘർഷങ്ങൾക്കും ഇടയാക്കാനിടയുള്ള ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കുക. BJP ഉയർന്നു വരുമ്പോൾ അത് UDFനെ മാത്രമാണ് ബാധിക്കുക എന്നുള്ള അവരുടെ വിശ്വാസം സത്യത്തിൽ വസ്തുതാവിരുദ്ധമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വളർച്ച ഇടതുപക്ഷത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാക്കിയേക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് മെയ് 2 കാണാം.